ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ടു എ പുതിയ വ്ളോഗ്. അല്ല, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, റബ്ബർ ബാൻഡ് ഒരുപാട് വലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യോഗ മാറ്റ് ഉപയോഗിച്ചു, 3-2 ഡമ്പൽ ഉപയോഗിച്ചു. എനിക്ക് ടെൻഷൻ ആവണം ഗൈസ്. ഇന്നാണ് ദിലീപേട്ട മരണം. ഇത് ഇറങ്ങുമ്പോൾ നിങ്ങൾ മിക്കവാറും അത് കണ്ടു കാണും. പക്ഷേ ഐ എം ആക്ച്വലി റിയലി ടെൻസ്ഡ്. പറ്റും ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആരെ കൊണ്ടായിരിക്കും പറ്റുക? നിങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ, ആ പോഡ്കാസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ കുളമാക്കിയില്ല എന്ന് പറയുക. കുളമാക്കിയെങ്കിൽ ഞാൻ അടുത്തതിൽ ഇമ്പ്രൂവ് ചെയ്തോളാം. ഓക്കെ, എന്തായാലും 2:30 മണിക്ക് ദിലീപേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു എല്ലാ സൺഡേസിലും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സൺഡേസിൽ നമുക്ക് ഓരോ പോഡ്കാസ്റ്റ് സീസൺ ചാമ്പാന്നാണ് ഇപ്പം എൻ്റെ മനസ്സിൽ. എന്തായാലും ഇനി ഇതൊക്കെ മാറ്റിയിട്ട് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യട്ടെ. ഞാൻ പോകണം, ഒന്ന് വീണ്ടും താടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ആക്കണം. പിന്നെ അവിടെ പോയി സ്റ്റുഡിയോ സെറ്റ് ഇടുന്നത് ഇതാണെന്ന് നോക്കണം. കാരണം ഇപ്പം തട്ടിക്കൂട്ട് സെറ്റാണ് കേസ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മൾ പെട്ടെന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു സേയിങ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഇടയ്ക്കിടയ്ക്കൊന്നും വരില്ല. വരുമ്പോൾ നമ്മളതിനെ ചാടി പിടിക്കണം. അതിനുവേണ്ടി അന്നേരം എത്ര സ്ട്രെസ് എടുത്താലും കുഴപ്പമില്ല. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ യു ഷുഡ് ഗ്രാബ് ഇറ്റ്. നമ്മളത് ഇത് പോയല്ലേ ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുള്ളൊന്നും വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായി സെറ്റപ്പൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങാം. വർക്കൗട്ട് കൊള്ളാം ഗൈസ്. ഞാൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അവനും പറഞ്ഞു, ഞാൻ പണ്ടേ എനിക്കൊരു ഫ്രെയിം വർക്ക് ഉള്ളതുകൊണ്ട്, മാരത്തോണൊക്കെ ഓടി ഒരു ഫ്രെയിം വർക്ക് ഉള്ളതുകൊണ്ട് അവന് വർക്ക് ചെയ്യാൻ കുറച്ച് ഈസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ റെഡിയൊക്കെ ആയിട്ട് വരാം. റെഡി ആവണതിന് മുന്നേ ഞാൻ നേരെ മച്ചാനെ വിളിച്ചു. മച്ചാൻ പറഞ്ഞു ഇങ്ങ് പോരെ, ഒന്ന് മിനിങ്ങിട്ട് പോവാല്ലോ. മച്ചാൻ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അറിയാവോ? നമ്മളല്ല, ഞാൻ പോഡ്കാസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യാണ്. പോഡ്കാസ്റ്റ് എന്തിനാണെന്നാണ് ആലോചിച്ചിരിക്കുന്നത്. എനിക്ക് പണ്ടൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പണ്ട് ആപ്പിളുകാർ കൊണ്ടുവന്നൊരു സാധനമാണ് ഈ ഐപോഡ് ഇറങ്ങിയ സമയത്ത് അവർ കൊണ്ടുവന്നൊരു സാധനമാണ് ഈ റേഡിയോ ഷോ. നമുക്ക് ഐപോഡിനകത്ത് കേൾക്കാം, അതിന് പോഡ്കാസ്റ്റ് എന്ന് പറയും. അപ്പൊ ലോങ് ഫോം ഓഫ് ടോക്ക് ആണ്. 1 മണിക്കൂറോ 1.5 മണിക്കൂർ 2 മണിക്കൂറോ ഹൃദയം തുറന്നുള്ള സംസാരം, റോ ആയിട്ടോ അൺഫിൽറ്റേർഡോ ആയിട്ടുള്ളത്. ലൈവ് അല്ല, ഇത് റെക്കോർഡഡ് ആണ്. നമ്മളത് ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബിലും ഒക്കെ പബ്ലിഷ് ചെയ്യും. പണ്ട് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സ്റ്റൈൽ പോഡ്കാസ്റ്റ് തുടങ്ങിയ ഞാനായിരുന്നു. അത് പിന്നെ നിർത്തി. അതിനുശേഷം ഇപ്പോ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആദ്യത്തെ ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ദിലീപേട്ടൻ. അപ്പൊ ഇന്ന് അതിന്റെ തുടക്കം കുറിക്കാൻ പോവാണ്. സെറ്റ് ഇട്ടോണ്ടിരിക്കുക, ഇപ്പൊ അവിടെ സെറ്റ് നടന്നോണ്ടിരിക്കുക. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ പോയി ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കാം. ദിലീപേട്ടനെ കാണാൻ പോണതിന് മുമ്പുള്ള ഞാൻ റെഡിയാക്കി സുന്ദര കുട്ടപ്പനാക്കി വിടും. അത് ദൈവം സഹിച്ചു. ഇനി ദിലീപേട്ടൻ വന്നില്ല ഞാൻ പുഴുങ്ങും കൈസ്. ദിലീപേട്ടൻ വരണ്ടേ. ഞാൻ നാട്ടുകാരുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയണം. കാരണം വെച്ചാൽ ടെൻഷൻ. എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് ജനറലായിട്ട്. ദിലീപേട്ടാ, ഞാനൊന്ന് റെഡി ആവട്ടെ. ഓക്കെ, അതെ, നമ്മളങ്ങനെ വീണ്ടും പോഡ്കാസ്റ്റ് ഒക്കെ എടുക്കാൻ പോണേ. കാലങ്ങളായി ഈ ഒരു ഫീല് വന്നിട്ട്. എന്തായാലും ഇതൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വരാം. ഞാൻ എങ്ങനെ മിടുക്കനായിരിക്കും സുഹൃത്തുക്കളെ. ബ്രോ ഹൈഫൈ ഇതാ, ഞാൻ പോയി പൊളിച്ചടിക്കിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. റൂമിൽ പോയിട്ട് ഇനി ദേഹമൊക്കെ കഴുകി ഫ്രഷ് ആവട്ടെ, തല സെറ്റ്. തിരിച്ചെത്തി ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങി ഗൈസ്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ ഇന്ന് പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. സന്ദീപേ, നമ്മളും താർക്കൂലേടാ. പൊളിക്കണം കാർത്തി. ഞാനല്ല, കാർത്തിയാണ് തകർക്കാൻ. ഞാൻ ഒരു മോറൽ സപ്പോർട്ടിന് കണ്ണനെ കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ വരാമെന്ന് പറഞ്ഞു ഗൈസ്. പിന്നെ ഷാരു ഇല്ല, അവള് അനന്തുമായിട്ട് എന്തോ ഒരു പ്രോഗ്രാം ആയിട്ട് പോയേക്കാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും എങ്കിലും അവളങ്ങ് എത്താൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോണ വഴിക്ക് നമുക്ക് ദിലീപേട്ടന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആദ്യമായിട്ട് നമുക്ക് വേണ്ടി വരുന്നതല്ലേ. അപ്പോ ദിലീപേട്ടന്റെ ഒരു മൂവിയുടെ പ്രൊമോഷനും കൂടെ ഉണ്ട് ഇതിന്റെ. അപ്പോ അതും കൂടെ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം എന്തായാലും ദിലീപേട്ടൻ വരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കണം ഗൈസ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ഗൈസ് മൂവിയുടെ നെയിം. വിശേഷങ്ങളൊക്കെ എന്തായാലും നമ്മൾ പോഡ്കാസ്റ്റിൽ കുറച്ച് ചോദിക്കാം. ആദ്യം എന്തായാലും നമുക്ക് പോയി ഗിഫ്റ്റ് ഹാമ്പർ വാങ്ങാം. പിന്നെ 2 കോഫി മഗ് കൂടെ വാങ്ങാമായിരുന്നല്ലേ. ഇൻ കേസ് കോഫി വല്ലതും കുടിക്കുകയാണെങ്കിൽ അതൊരു മഗ്ഗി കുടിക്കാൻ കാണാനല്ലേ ഭംഗി. നമ്മുടെ സ്ഥിരം വേട്ടമൃഗത്തിലെത്തിയേക്കാണ് ഗൈസ്. നമ്മൾ മിനിസോയിൽ വന്നേ ഗൈസ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് 2 കപ്പ് ഇഷ്ടപ്പെട്ട്. ഈ ഒരു കരടിക്കപ്പും ഈ ഒരു പാണ്ടക്കപ്പും. പാണ്ടക്കപ്പ് എനിക്കും കരടിക്കപ്പ് ദിലീപേട്ടനും കൊടുത്താലോടാ, രസമായിരിക്കൂലേ? അപ്പൊ ഇത് 2 പാക്ക്. അത് വെള്ളം കുടിക്കാനും ഇത് 2 കൂടെ കാപ്പി കുടിക്കാനും കൂടെ എടുക്കാം. അപ്പം സെറ്റാണ്. ഇനിയിപ്പം വല്ല കോഫിയും കുടിക്കുകയാണെങ്കിൽ ഇത് കൊടുക്കാമല്ലോ. 400 രൂപ കപ്പിന്, 357 രൂപ. ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ വില കിടക്കുന്നത്? കൺഫ്യൂഷൻ ആയല്ലോ ഗൈസ്.
ഏതായാലും മൊത്തത്തിൽ 1390 രൂപയാണ്. കുഴപ്പമില്ലാത്ത റേറ്റ് ആണെന്ന് തോന്നുന്നു. ഇനി അടുത്തത് നമുക്ക് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് പോവാം. അതിന്റെ ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാനാണ് ഷാരു പറഞ്ഞത്. അതാകുമ്പോഴത്തേക്കും ഒരു അടിപൊളി സാധനമാണത്. ഇതാണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ, ചെറുത്. എനിക്ക് മേക്ക് ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ട് ഒരെണ്ണം സെറ്റ് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ ഗിഫ്റ്റ് ഹാമ്പറുകൾ. ഓക്കെ, നല്ല ഒരെണ്ണം നോക്കി എടുത്തു തരൂ. കൊള്ളാല്ലേ, കാണാൻ രസമുണ്ട്. ഇത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായ? ബോഡി മിസ്റ്റ്, മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ മച്ചാന്താ ഇത് സജസ്റ്റ് ചെയ്ത് തുറന്ന് കാണിച്ച ബ്രോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മണമാണ് ഗൈസ്. ഇത് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇത് 3 പീസ് കൂടെ ആയിട്ടല്ലേ? ഇതിന് എത്ര വരും? ഇത് 599 ആണ് MRP വരുന്നത്. ആഫ്റ്റർ സെയിൽ 299. ഓക്കെ, എന്നാ എടുത്തോ. അത് 50% ഓഫ് ഉണ്ടോ? ഓക്കെ, എടുത്തോ. ഭാഗ്യമുണ്ട് ഗൈസ്, ഒരു ഓഫ് കിടപ്പുണ്ട്. 399 നമുക്ക് പക്ഷേ 299 കിട്ടും. അത് കൊള്ളാം. താങ്ക് യു സോ മച്ച്. പോയിട്ട് വരാവേ. കൊള്ളാം, നല്ല കവർ. ഷാരു ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും എല്ലാവരുടേതും അറിയാം. അവൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നതന്നെ, കുഴപ്പമില്ല. തൽക്കാലം ഇത് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് നേരെ നാരായണൻകുട്ടിയെ ബൊക്കെ വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് നേരെ നമുക്ക് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവാം. നാരായണൻകുട്ടിക്ക് ഇതുവരെ ഗസ്റ്റ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം. സാധാരണഗതിയിൽ എക്സ്പ്രഷൻ വരാത്തൊരു ഫേസ് ആണ് അവൻ്റെത്, എന്നാലും പറഞ്ഞു നോക്കാം. ഓക്കെ, നേരെ വാലിപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങാം. ഓക്കെ, സെറ്റ്, ഇറങ്ങാം ഗൈസ്. കുട്ടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് അതിന്റെ കയ്യിൽ കാണിച്ചു കൊടുത്തത്? എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ബൊക്കയും കൊക്കയൊക്കെ വാങ്ങി, നിന്റെ മോൻ കണ്ടുകൂടാ? നിനക്ക് അങ്ങനെ അറിയാം? എടാ സന്ദീപേ, എടാ എന്റെ ചുറ്റും കിഴങ്ങുകളാണല്ലോ ഈശ്വര. എടാ, ഞാൻ അവിടെ വ്ളോഗ് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ പറയും കൂടെ ചെയ്യല്ലായിരുന്നു എടാ കുട്ടിയുടെ എക്സ്പ്രഷൻ എടുക്കാന്ന്. അപ്പൊ എന്റെ സർപ്രൈസ് നല്ലതായിട്ട് മൂഞ്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. എവന്റെ മുഖത്ത് എക്സ്പ്രഷൻ വന്നില്ലെങ്കിൽ എന്റെ മുഖത്ത് എക്സ്പ്രഷൻ വന്ന് കാണും. പക്ഷെ വേറെ സംഭവം എന്തിനാ? ഞാൻ മറ്റേ ദിലീപന്റെ മിസ്റ്റർ ബട്ട്ലർ ഒക്കെ ഇല്ലേ, കല്യാണം ഇതിനാണ് ഹോട്ടൽ മൈൻഡ് പഠിക്കാൻ പോയത്. ആണാ? നീ ടേക്കണ ഉടുപ്പ് കൊള്ളാലടാ. ഇതെവിടെന്നാ? ഹാഷ് ബോക്സ്. അതേ സുഹൃത്തുക്കളെ, നമ്മുടെ ഹാഷിം അലിയുടെ ബ്രാൻഡിൽ ഇറങ്ങിയ ഹാഷ് ബോക്സ് ടീഷർട്ടാണത്. അവനൊരു ഷോർട്ട് ഔട്ട് കൊടുക്കുന്നു ഞാൻ ഈ സമയത്ത്. എന്തായാലും ഇനി പോവാം. എന്റെ സർപ്രൈസ് പാളിപ്പോയ സ്ഥിതിക്ക് ഇനി പോയി നമുക്ക് അവിടെ സ്റ്റുഡിയോ സെറ്റ് ആക്കാം ഗൈസ്. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ സെറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഞാൻ സ്പോട്ടിൽ എത്തിയിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായി. ഇത്രയും നേരം ഇവിടെ നമ്മൾ വർക്ക് ചെയ്ത് ഒരു പരിപാടിക്ക് എത്തിക്കുകയായിരുന്നു. എനിക്ക് വിശക്കുന്നതാണോ വയറും എനിക്കാണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും എന്തൊക്കെയോ വേദനയുണ്ട്. അതുകൊണ്ട് ഇവരുടെ സ്റ്റുഡിയോ ആണ്, സ്പേസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം പടത്തിന്റെ ലൈൻ പ്രൊഡ്യൂസർ. നമസ്കാരം ബ്രോ. സന്തോഷ് അല്ലേ? നൈസ് ടു മീറ്റ് യു. ദിലീപ് ഉടനെ എത്തില്ലേ? ഓക്കെ, സെറ്റ് ബ്രോ. ഇരിക്കും കേട്ടോ, ഞാൻ അകത്ത് ബാക്കിയുള്ള സെറ്റ് ആക്കിയിട്ട് വരാം. ഇത് ഗൈസ് ജിൻഡോ, ദിലീപ് ഏട്ടന്റെ അനിയനായിട്ട് ഈ പടത്തിൽ അഭിനയിക്കുന്നു അല്ലേ? ജോസൂട്ടി അല്ലെ? ജിൻഡോ അല്ലല്ലോ, ജോസൂട്ടി അല്ലേ? ഓ, പുഴുങ്ങി. എനിക്ക് പണ്ടേ ഉള്ള കുഴപ്പമാണ് ബ്രോ. ഐ ആം ദ സോറി ജോസൂട്ടി. അപ്പോ നല്ല പടമായിരിക്കും. അത് എനിക്ക് എല്ലാരും പറയുന്നത് കേട്ടതെന്ന് മനസ്സിലായി. ദിലീപ് വേണ്ട 2 അനിയന്മാരിലൊരാളായി. എനിക്ക് ഈ സ്വഭാവം ഇത്രയും കാലമായിട്ട് മാറാറായില്ലല്ലോടാ കണ്ണ. അതെ. അയ്യോ, ഒരു പ്രാവശ്യം രജീഷ വിജയൻ നമ്മുടെ ഫ്ലോറിലോട്ട് വരെയായിരുന്നു ബമ്പർച്ചിരിയില്. അപ്പൊ ഞാൻ ലെറ്റ്സ് വെൽക്കം രശ്മിക മദാനി എന്ന്. ഓ, അതവര് ട്രെയിലറിന് കട്ട് ചെയ്തിടുകയും ചെയ്ത്. അങ്ങനെ ഇടക്കിടക്ക് ഞാൻ പുഴുകാറുണ്ട്. സോറി കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഇടക്കിടക്ക് മണ്ടത്തരങ്ങൾ കാണിക്കണോണ്ടാണ്. ഇവന്റെ കൂടെ നടക്കണോണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. എടാ, എങ്ങനെയുണ്ട് സ്റ്റുഡിയോ? കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, കുഴപ്പമില്ല. സ്റ്റുഡിയോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സെറ്റ് ആണല്ലോ. ഓക്കെ, നമ്മളിത് 2 ദിവസം കൊണ്ട് പറഞ്ഞ് ഇന്ന് രാവിലെ വന്നിട്ട് നിന്നിട്ട് ഇതുവരെ ഒന്ന് സെറ്റ് ചെയ്താണ്. എന്താടാ? അതെ, അന്ന് കാണിച്ചു കൊടുക്കാം. തുറന്നേടാ. നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ സെറ്റ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പിള്ളേര്, ഇവന്റെയും അവന്റെയും. അർജുനെ നമസ്കാരം. ഇവരുടെയാണ് സ്റ്റുഡിയോ സ്പേസ്. അപ്പൊ ഈ കംപ്ലീറ്റ് കാണുന്ന സെറ്റും കാര്യങ്ങളും നമ്മൾ ഇട്ടതാണ്. ഈ മൈക്കും ലൈറ്റും ഒക്കെ ഇവരുടെ. എടാ താങ്ക് യുടാ, ഇത്തിരി ഷോർട്ട് നോട്ടീസിന് സെറ്റപ്പ് ആക്കിയതിന്. നമ്മൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിചയമല്ല. അതെ, എനിക്ക് അന്ന് 12,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായപ്പോ തുടങ്ങിയ പരിചയമാണ്. അന്ന് ഈ വി ട്രേഡേഴ്സില് സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നു, മാർക്കറ്റിംഗ് നിൽക്കുകയായിരുന്നു. വർഷങ്ങൾ പോകുന്ന പോക്കേ സുഹൃത്തുക്കളെ. ഇത് ബ്രോ വിഷ്ണു, നൈസ് ടു മീറ്റ്. നിങ്ങൾ 2 പേരാണ് നടത്തുന്നത് അല്ലേ? കുറച്ച് നേരത്തേക്ക് ഞാനിത് എടുക്കുകയാണ്. ഇങ്ങോട്ട് നിങ്ങൾ എടുത്തോ, കാരണം ഇത് എനിക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പൊ. എടാ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഓക്കെ. എനിക്ക് അനാവശ്യമായ കുറെ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ,
അത് കേട്ടാ മതി. ഇത് നമ്മളവിടെ നിന്ന് തുടങ്ങിയല്ലേ. അതെ. പൊളി. അതെ, അത്രേ ഉള്ളൂ. എന്റെ പെങ്ങൾ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. മക്കളെ മാത്രമല്ല പെങ്ങള് മാത്രമല്ല. അതെ, അങ്ങനെ ഉണ്ടോ? കൊള്ളാം, സെറ്റ് ആണല്ലോ. ഇങ്ങനെ ഉണ്ടോ? അയ്യോ എന്നാ വേണ്ട, നീ പോഡ്കാസ്റ്റ് നിനക്ക് വളർന്ന് വലുതാവും പോഡ്കാസ്റ്റ്. ഇതെന്താ നിന്റെ തലയുടെ സൈഡില്? അത് നീ മീനെടുത്തപ്പോ സൈഡിൽ വല്ലതും വന്നിരുന്നോ? ഏത് മീൻ, ആരാണ് മീൻ ഇറക്കുമ്പോ ഇങ്ങനെ വെക്കുന്നത്? നീ നറുത്ത് കാണിക്കുന്നത്. ഒരു ചളി അടിച്ചേടായി, അതിന് കയറി പിടിക്കാൻ നിക്കണ അവൻ. നല്ലതാ. അടുത്ത മോഡലാ ആണല്ലേ? വേണമെങ്കിൽ വിടാൻ കേട്ടോ പോഡ്കാസ്റ്റില് മോഡലായിട്ട്. ആണല്ലേ, നമുക്ക് സൈഡിൽ ഇരുത്തിയേക്കാം. ഇവിടെ ഞാൻ ഇരിക്കാനാണ് പ്ലാൻ. ഇവിടെ ദിലീപേട്ട ഇരിക്കും. ഇതൊക്കെ നമ്മുടെ പിള്ളേര് കൊണ്ട് സെറ്റ് ചെയ്ത പ്രോപ്സ് ആണ്. എന്താടാ ഈ പോഡ്കാസ്റ്റ് ഇറങ്ങിയിട്ടായിരിക്കും മിക്കവാറും ഈ എപ്പിസോഡ് ഇറങ്ങണേടാ. അതെ അതെ, പറഞ്ഞു ദിലീപേട്ടനാണ് പറഞ്ഞെന്ന് ദിലീപേട്ടനാണെന്ന് കേട്ടോ. നിനക്കെന്തൊരു തോന്നിയടാ? നീ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ എന്തായാലും ഒരു കിടില സ്റ്റാർട്ട് ചെയ്ത് ഉറപ്പായിരുന്നു. പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങളിവിടെ അലോക്കാരല്ലേ. അതെ അലുവക്കാരാ. അപ്പൊ ഉടനെ അതിന്റെ ഇടയിൽ കൂടെ ബന്ധം ഉണ്ടാക്കിയെടുത്ത സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കും കേട്ടാ ഗൈസ്. അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഇതാണ് നമ്മൾ വാങ്ങിയ കപ്പൊക്കെ ഇവിടെ ഇരുന്നുള്ളൂ. ഇതിൽ വെള്ളം കുടിക്കാം, പിന്നെ ടീയുടെ കപ്പ് വേറെ വരും. ഞാൻ വിചാരിക്കും ഇവിടെ എന്റെ ഒരു ഐപാഡ് വെച്ചിട്ട് അതിനകത്ത് ഞാൻ ടോക്കിംഗ് പോയിന്റ്സ് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും മറന്നു പോവേണേ അതിൽ നോക്കാമല്ലോ പെട്ടെന്ന് റെഫറൻസിന്. ദിലീപേട്ടൻ അവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ദിലീപേട്ടനെ ഞാൻ കാണുന്നത്. ഇങ്ങനെ ആയിരിക്കും ദിലീപേട്ടൻ എന്നെ കാണുന്നത്. അയ്യോ എന്തായാലും വരട്ടെ. മോത്തറിയാൻ പറ്റുന്നുണ്ട്. കാരണം എടാ കൊറേ നാളായി ഞാൻ ഇങ്ങനെ 1 to 1 ഇരുന്ന് ഉദ്ഘാടനം ചെയ്തത് കണ്ണനാണ് സുഹൃത്തുക്കളെ. ആണല്ലേടാ, നല്ല രാശിയുള്ള ചന്തിയാണെന്ന്. പിന്നെ വിളിച്ചിട്ട് പറയും മാസമല്ലേ നിനക്ക് ഇത്ര സാലറി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കേസ് നമ്മള് പെട്ടെന്ന് സെറ്റപ്പ് ആക്കി എടുത്ത സെറ്റ്. ഈ ലോഗോ നല്ലൊരെണ്ണം ഡിസൈൻ ചെയ്യാമേ കേസ്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പവർ പോയിന്റിലെങ്ങാണ്ട് സെറ്റ് ചെയ്ത സാധനമാണ്. പക്ഷെ എന്നാലും നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ അത് ഓക്കെയാണ്. വരട്ടെ, ഇനി ദിലീപേട്ടൻ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ദിലീപേട്ടൻ്റെ പിക്ക് ചെയ്യാനായിട്ട് ജിൻഡോ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പിക്ക് ചെയ്തിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കായിരുന്നു. എനിക്ക് വിശക്കണടാ. ഫുഡ് വന്നാ? കുറച്ച് നേരം ഇവന്മാർ ഓർഡർ ഇട്ടു, അതുവരെ വന്നില്ല. ആണല്ലേ? ആണോ? ആടാ, നമ്മള് ഒരിടത്ത് വെച്ച് മുറിഞ്ഞു പോയ ഒരു സാധനമായിരുന്നു എന്റെ പോഡ്കാസ്റ്റ്. ഞാൻ ആക്ച്വലി അന്ന് തൊട്ട് ഞാനോട് പറയുന്ന കാര്യമായിരുന്നു പോഡ്കാസ്റ്റ് തുടങ്ങാനാണ്. അങ്ങനല്ല, വിട്ട് കളയരുത്. ലൈക്ക് ഒരു കംബാക്ക് എപ്പോഴും സെറ്റ് ബാക്കിനെക്കാട്ടി സ്ട്രോങ് ആയിട്ട് വേണം. ഹാപ്പി ആൻഡ് പ്രൗഡ്. ഇന്ന് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ ആക്ച്വലി എനിക്ക് വേറെ കുറച്ച് പരിപാടി എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ എല്ലാം ടക്ക് 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 വെട്ടി മാറ്റിയിട്ട് ലവ് കളിയാ. അത്രയുള്ള അതൊക്കെ അത്രയുള്ളൂ. കാര്യം വെച്ച് അറിഞ്ഞാൽ നമ്മളിങ്ങനെ ഓക്കെ, അപ്പോ സെറ്റ് ഗൈസ്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കാം, അപ്പോഴത്തേക്കും ദിലീപേട്ടൻ വരും. ലെറ്റ്സ് വെയിറ്റ് ഗൈസ്. ദിലീപേട്ടൻ എത്തി. കണ്ണാ, ദിലീപേട്ടൻ എത്തിയടാ. താഴോട്ട് ഒന്ന് വിളിക്കണോ മേളിൽ നിന്ന് വിളിക്കണോ? താഴോട്ടല്ല അല്ലേ? അമ്മച്ചി ദിലീപേട്ടാ പോക്കെ. എൻ്റെ ഒരു സന്തോഷം. ഇതെന്റെ വീടല്ലേട്ടാ. ഇത് സ്റ്റുഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് ക്യാമറ ഉണ്ടല്ലോ. സ്റ്റുഡിയോ നമ്മൾ ഒരു ദിവസം റെന്റിന് എടുത്ത് ചേട്ടന് വേണ്ടിയിട്ട്. ഇത് സ്റ്റുഡിയോ ആട്ടാ. ഇത് അവർ റെന്റിന് കൊടുക്കുന്ന പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ. അപ്പം ഞാൻ 2 ദിവസം കൊണ്ട് സെറ്റ് കംപ്ലീറ്റ് അടിച്ച് അതിനകത്ത് ഇതിനു വേണ്ടി ഷൂട്ടിന് വേണ്ടി സെറ്റപ്പ് ആക്കിയതാണ്. വായോട്ടാ, എത്രയൊക്കെ ആയിപ്പോയല്ലേ. ഇത് കണ്ണൻ എൻ്റെ ഫ്രണ്ടാണ്. ഇവരുടെയാണ് ഈ സ്പേസ്. അവരാണ് ഇവിടെ സെറ്റ് ഇട്ടത്. മഴവില് സെറ്റ് ഇടുന്നത് നമ്മുടെ പയ്യന്മാരാണ്. ഇല്ല ഏട്ടാ, ഇത് ഇതിനു വേണ്ടി സെറ്റ് ചെയ്തതാണ് നമ്മള്. ചേട്ടനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കിട്ടുന്നത് എൻ്റെ ഒരു ഡ്രീം കം ട്രൂ പോലെയാണ്. അപ്പോഴത്തേക്കും ഒന്നും ആക്കിയില്ല, എല്ലാം സെറ്റപ്പ് ആക്കി. ഈ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അവന്റെ പോക്കറ്റിൽ നിന്ന് വീണ് എടുത്തോണ്ട് പോടാ. ചേട്ടാ, വലിയ സമ്മാനം ഇവിടെ വന്നു. അയ്യോടാ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഗോഡ് ബ്ലെസ് യു ഡിയർ. താങ്ക് യു സോ മച്ച്. ചേട്ടാ, ഇതെന്റെ വ്ളോഗാണ്. ഇതിലും ചേട്ടനുണ്ട്. ഇതിലും പറഞ്ഞു പ്രിൻസ് ആൻഡ് ഫാമിലി. മെയ് 9th പ്രിൻസ് ആൻഡ് ഫാമിലി നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ വരികയാണ്. എല്ലാവരും കുടുംബസമേതം വന്ന് കാണുക, എൻജോയ് ചെയ്യുക. ഞാൻ 10 ടിക്കറ്റ് 10 ഫാമിലിനെ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഇത് തേച്ച് കുളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അല്ലല്ല, ഇത് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ് ഇത് ചേട്ടന് ഇഷ്ടപ്പെടുമെന്ന്. ഇഷ്ടപ്പെട്ടില്ലായിരുന്നു? കൂട്ടുകാരിയാ?
നമ്മള് വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നോ എന്തോ. താങ്ക് യു. ശരി കേട്ടോ. 2 മണിക്കൂർ അടുപ്പിച്ച് പോയി പോഡ്കാസ്റ്റ്. ഞാൻ ഇതൊക്കെ ഒന്ന് അതിന്റെ പോയിട്ട് ഓ കഴിഞ്ഞു ഗൈസ്. കഴിഞ്ഞടാ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇടക്കിടക്ക് ദിലീപോട്ടോ ഭയങ്കര അല്ലായിരുന്നാ? ഇവിടെ പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ ഇല്ലേ? എടാ തീർന്നപ്പോ എനിക്കൊരു ദീർഘനിശ്വാസം ഉണ്ടായിരുന്നു എന്റെ കുട്ടി. നല്ലതായിട്ട് സെറ്റായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഞെട്ടിപ്പോടെ 2 മണിക്കൂർ സംസാരിക്കാൻ പറഞ്ഞപ്പോ. 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 5:30 1.5 മണിക്കൂറല്ലേ ആയുള്ളപ്പോ? അല്ല സോറി 6:30 മണി. പൊളിച്ച് കേസ് നമ്മൾ പൊളിച്ച് അപ്പോൾ ഇപ്പോൾ ദിലീപായിട്ട് അവിടെ കുറച്ച് ഫാൻസൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കാം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങും. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ശ്വാസം വിടും. അതറിഞ്ഞാൽ മതി. പാവം ഗൈസ്. അതാരാ വിദൂരതയിൽ നിന്ന് എന്നെ കാണാൻ വന്നതെന്ന് നോക്കൂ. ടാറ്റ കാണിക്കടാ. എന്റെ ഗ്രൗണ്ട് സപ്പോർട്ട് ടീം എത്തി ഗൈസ്. ശരു അനന്തും കൂടെ. എന്റെ ജോസൂട്ടി നീ അതിന്റെ ഇടയിൽ വന്നിട്ട് എന്താ ചെയ്തിട്ട് പോയാ? അത് ഞാനല്ല, ദിലീപേട്ടനല്ലേ വിളിച്ചത്. എടാ എങ്ങനെ പോയടാ? കുഴപ്പമില്ലായിരുന്നല്ല, നല്ലതായിട്ട് സംസാരിച്ചില്ലേ? 2 മണിക്കൂർ എടീ പൊളിച്ചടി. ഓ 2 മണിക്കൂർ സംസാരിച്ചടാ. സെറ്റ്. ഞാൻ ഹാപ്പി. ദിലീപേട്ടനെ ഹാപ്പിയായി. അതാണല്ലോ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അവർക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് സെറ്റാക്കട്ടെ കേസ്. ദിലീപേട്ടാ നേരത്തെ ഒരു ഗിഫ്റ്റ് തന്നില്ലേ? അത് ഇവളാണ് വാങ്ങി തരാൻ പറഞ്ഞത്. ഇത് ശരണ്യ, ഇത് അനന്തു. അവിടെ ടെൻഷൻ ആയിരുന്നു ഞാൻ, പക്ഷെ കുഴപ്പമില്ലായിരുന്നല്ലോ. നല്ലതായിട്ട് പോയില്ല. ചേട്ടാ ഇത് അനന്തു ഏഷ്യാനെറ്റിലെ സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. ഇത് അനന്തുന്റെ വൈഫാണ്. ശരണ്യ വ്ളോഗറാണ്. ടാറ്റ ദിലീപേട്ടാ, ടാറ്റ. നന്ദി ദിലീപേട്ടാ, 1000 നന്ദി. ആഹാ അതോ പോന്നു. ഡേയ് സെറ്റല്ലേടാ? അതെ പിന്നെ അത് മതിയടാ, അത് മതി. മാടി അകത്തോട്ട് വാ. ഓ എന്തായാലും നമ്മള് സെറ്റൊക്കെ ഇട്ട് ഗൈസ്. ഞാൻ വിളിച്ച ഉറപ്പായിട്ടും വരും എന്ന് എനിക്ക് ഉറപ്പുള്ള 2-3 പേരേ ഉള്ളൂ. ഇവരുടെ 2 പേരുടെയും കൂടെ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് നമ്മളും ചെയ്യില്ലേടാ? അളിയ ഒരിടത്തും പറയാത്ത പല രഹസ്യങ്ങളും. അയ്യോ നമ്മൾ പൊളിക്കാടി. ഇവിടെ ഒരു പ്രാവശ്യം വന്ന് എന്നെ വാരി കൊന്നിട്ട് പോയണ്ടാ പണ്ട്. എടാ എങ്ങനെയാണ് ദിലീപേട്ട ഹാപ്പി ആയിട്ടല്ലേ പോയ? സെറ്റല്ലേ? ഞാൻ ഹാപ്പി. ഞാൻ തളർന്നു ഗൈസ്. ഇവരുടെ പോഡ്കാസ്റ്റ് ഇത് ഇറങ്ങിയ സൺഡേ കഴിഞ്ഞ് എന്റെ അടുത്ത സൺഡേ ആയിരിക്കും വരുന്നത്. സൺഡേ ടു സൺഡേ പിടിക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും ഞാൻ ടെൻഷൻ അടിച്ച പോലെ ഒന്നും വന്നില്ല ഗൈസ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയി എന്നാണ് എന്റെ വിശ്വാസം. എന്താ അതിൻ്റെ കൂടെ അപ്പോ ഹാപ്പി ഗൈസ്. നിങ്ങള് പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. കുറച്ച് റസ്റ്റി ആയിരുന്നു, എന്നാലും ഒന്ന് പൊടിതട്ടിയൊക്കെ വന്നപ്പോ സെറ്റപ്പ് ആയെന്ന് തോന്നുന്നു. ബൈ ബൈ ഗൈസ്, നാളെ കാണാം.